ഹലോ ഐസി ലവ്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ വാലൻറ്റൈൻ ഡേ ഒക്കെ വരികയല്ലേ, അപ്പോൾ അതുകൊണ്ട് ഒരു സ്പെഷ്യലായിട്ട് വാലൻറ്റൈൻ സ്പെഷ്യലായിട്ട് ടെഡ്ഡി ബിസ്ക്കറ്റിൻ്റെ റെസിപ്പി നമുക്ക് നോക്കാമേ. ഇതിനായിട്ട് നമ്മളിവിടെ 1/2 കപ്പ് റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ ഒരു പൗഡിലേക്ക് എടുക്കണം. 1/2 കപ്പ്, അതായത് 115 ഗ്രാം ബട്ടർ റൂം ടെമ്പറേച്ചറിലുള്ള എടുത്തിട്ട് ഒരു സ്പാച്ചുല വെച്ച് ജസ്റ്റ് ഒന്നിങ്ങനെ മിക്സ് ചെയ്തെടുക്കുക, അതൊന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടി. പിന്നെ ഇതിലേക്ക് നമ്മൾ 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കണം. അപ്പോൾ 65 ഗ്രാമാണ് പൊടിച്ച പഞ്ചസാര ചേർക്കേണ്ടത്. എന്നിട്ട് നന്നായി ഒരു വിസ്ക് വെച്ച് ഇതുപോലെ ക്രീം ചെയ്തെടുക്കുക, അതായത് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മളിതിലേക്ക് ഇനി അടുത്ത് വാനില എസൻസ് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്ന് നന്നായി മിക്സ് ചെയ്ത് എടുക്കുക. അപ്പോൾ പിന്നെ ഇതിലേക്ക് മാവാണ് ചേർക്കേണ്ടത്, അരിച്ച് ചേർക്കണം. ഇതിലേക്ക് 1/2 കപ്പ് ഗോതമ്പ് മാവും 1 കപ്പ് മൈദ മാവും പിന്നെ 3/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1 നുള്ള് ബേക്കിംഗ് സോഡയും ചേർത്ത് അരിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ 1/2 കപ്പ് ഗോതമ്പ് മാവ്, 1 കപ്പ് മൈദ മാവ്, 3/4 കപ്പ് ബേക്കിംഗ് പൗഡർ, 1 നുള്ള് ബേക്കിംഗ് സോഡ. എന്നിട്ട് ഇത് നന്നായി ഒന്ന് കമ്പൈൻ ചെയ്തെടുക്കുക. കണ്ടോ, ഇതുപോലെ ആവണം ഡോ. ഇനി നമ്മൾ ഒരു ക്ലിംഗ് റാപ്പ് വെച്ച് ഈ ഡോ നന്നായി ഒന്ന് കവർ ചെയ്തിട്ട് നമ്മളൊരു അരമണിക്കൂറെങ്കിലും ഇത് റെഫ്രിജറേറ്റ് ചെയ്യണം, ഇതൊന്ന് സ്റ്റിഫ് ആവാൻ വേണ്ടി. അപ്പം നമുക്കിത് റെഫ്രിജറേറ്റ് ചെയ്യാം. അപ്പോൾ അരമണിക്കൂർ റെഫ്രിജറേറ്റ് ചെയ്തു. ഒരു ബേക്കിംഗ് പേപ്പർ അടിയിലിടുക, മേളിലിടുക. എന്നിട്ട് റോളിംഗ് പിന്ന് വെച്ച് ഇതുപോലെ നന്നായി ഒന്ന് നമുക്കിത് റോൾ ചെയ്തെടുക്കാം. വളരെ തിന്നായിട്ട് റോൾ ചെയ്തെടുക്കുക. ഒരു ഹാർഡ്ലി 1 ഇഞ്ച് തിക്നെസ് മതി ഇതുപോലെ റോൾ ചെയ്തെടുക്കുക. ഇനി നമുക്ക് ടെഡ്ഡി ബെയറിൻ്റെ കുക്കി കട്ടർ എടുക്കുക. എടുത്തിട്ട് ഞാൻ ടെമൂന്ന് മേടിച്ചാണ് ഇത്. എടുത്തിട്ട് ഇതുപോലെ ആദ്യം കട്ട് ചെയ്ത് എടുക്കുക. കട്ട് ചെയ്തെടുത്ത ശേഷം ഒരു ട്രേയിലേക്ക് വെച്ചിട്ട് ഞാനൊരു ഹാർട്ടും കൂടെ ഹാർട്ട് ഷേപ്പും കൂടെ ചെയ്തിട്ടുണ്ട്. 2 കൈ ടെഡ്ഡി ഹാർട്ട് പിടിക്കുന്ന പോലെ ചെയ്തു. ഇത് വേണ്ടെങ്കിൽ നിങ്ങൾ ചുമ്മാതെയും ഇങ്ങനെ ടെഡ്ഡിയുടെ മോൾഡ് വെച്ച് കട്ട് ചെയ്തെടുത്താൽ മതി. ഞാൻ കണ്ണും മുഖമൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെയാണ് ഞാൻ തയ്യാറാക്കിയത്. ഇത് പ്രീ ഹീറ്റഡ് ഓവൻ 180°C പ്രീ ഹീറ്റ് ചെയ്ത് ടോപ്പ് റാക്കിൽ 15 മിനിറ്റ്സ് ബേക്ക് ചെയ്യുക. പിന്നെ ഞാൻ വേറൊരു സെറ്റ് കുക്കീസ് സ്പ്രിങ്കിൾ, ആ റെഡ് കളർ ഹാർട്ട് കാണുന്നത് സ്പ്രിങ്ക്ലേഴ്സാണ്, ഷുഗർ സ്പ്രിങ്ക്ലേഴ്സ്, അതും വെച്ച് കൊടുത്ത് ഞാൻ ബേക്ക് ചെയ്തെടുത്തു. അപ്പോൾ അത്രയേ ഉള്ളൂ, അടിപൊളി ടെഡ്ഡി ബിസ്ക്കറ്റ് തയ്യാർ.